അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരി സഹോദരന്മാരെ, ദീർഘമായ ഒരു സംസാരത്തിനല്ല ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു സന്തോഷത്തിൽ, ഈ നാടിൻ്റെ സന്തോഷത്തിൽ പങ്കാളിയാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി നമ്മുടെ ഈ നാടിൻ്റെ സാംസ്കാരിക കേന്ദ്രമായി ഈ മഹൽ പ്രസ്ഥാനം ഇവിടെ ഉയർന്നു നിൽക്കുകയാണ്. ബഹുമാന്യനായ മർഹൂം ഇബ്രാഹിം കുട്ടി ഉസ്താദ് അവറുകൾ തുടക്കം കുറിച്ച, മഹാനവറുകളുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയ, ശേഷം സഹോദരനും ദീനീ പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ബഹുമാന്യനായ അബ്ദുൽ ലത്തീഫ് മൗലവി ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ, അതുപോലെ ഊർജ്ജസ്വലനായ യുവ പണ്ഡിതൻ അബ്ദുൽ മജീദ് അമാനി അവറുകളുടെ കാർമ്മികത്വത്തിൽ ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹൽ സ്ഥാപനത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു വഴിത്തിരിവിൽ നടക്കുന്ന ഒരു സമ്മേളനത്തിലാണ് നാം സമ്മേളിച്ചിരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു മഹൽ പരിപാടി ഇവിടെ നടക്കുമ്പോൾ നാം എല്ലാവരും ഓർക്കേണ്ടത്, ഇത് ഈ നാടിൻ്റെ സന്തോഷമാണ്. ഈ പ്രസ്ഥാനം ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന, ഖുർആന്റെ അധ്യാപനങ്ങൾ നടക്കുന്ന, പ്രവാചകന്റെ ചര്യകളെ പറ്റിയുള്ള അധ്യാപനങ്ങൾ നടക്കുന്ന ഈ മഹൽ പ്രസ്ഥാനം ഈ നാടിൻ്റെ അനുഗ്രഹമാണ് എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങളുടെ മാത്രം സന്തോഷമല്ല, അത് വിശ്വാസികളുടെ മാത്രം അഭിമാനമല്ല. ലക്ഷ്യമിട്ടുകൊണ്ടാണ്, കൃത്യമായി നാം മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇവിടെ എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ചവരൊക്കെ തന്നെയും അതിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ സന്ദേശം അതാണ്. ഖുർആൻ അഡ്രസ് ചെയ്യുന്നത്, ഖുർആൻ സംബോധന ചെയ്യുന്നത് മുഴുവൻ മനുഷ്യരെയുമാണ്, അല്ലാതെ വിശ്വാസികളെ മാത്രമല്ല, മുസ്ലിങ്ങളെ മാത്രമല്ല. തൊട്ടു മുമ്പ് ഒരു സഹോദരൻ ഓർമ്മപ്പെടുത്തി എന്നെനിക്ക് തോന്നുന്നു. വിശുദ്ധ ഖുർആന്റെ ഒരു വാക്യം, ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, മനുഷ്യരെ എൻ്റെ പ്രതിനിധികളായിട്ടാണ് നാം ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. ഖുർആന്റെ പ്രഖ്യാപനം, ഖുർആനിലൂടെ സൃഷ്ടാവായ തമ്പുരാന്റെ പ്രഖ്യാപനം. ആ ഖുർആനിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം, വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. ആരാ പറഞ്ഞത്? സർവേശ്വരനായ തമ്പുരാന്റെ പ്രഖ്യാപനമാണ് വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലൂടെ ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. ആരാ ആദം സന്തതികൾ? അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, അമുസ്ലിങ്ങളുണ്ട്, വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, അഥവാ സകലമാന മനുഷ്യരുമുണ്ട്. ആദം സന്തതികളായി ലോകത്താരൊക്കെയുണ്ടോ സകലമാന മനുഷ്യരെയും നാം ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം, എന്നാണ് സർവേശ്വരനായ തമ്പുരാന്റെ പ്രഖ്യാപനം. എവിടെയാ വിദ്വേഷമുള്ളത്? ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ എവിടെയും വിശുദ്ധ ഖുർആന്റെ 6666 സൂക്തങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിൻ. എവിടെയെങ്കിലും കാണുവാൻ സാധിക്കുമോ കലാപത്തിലുള്ള ആഹ്വാനം, പരസ്പരം പോരടിക്കുന്നതിനുള്ള ആഹ്വാനം എവിടെയെങ്കിലും കാണുവാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, ക്ഷമയുടെ, സർവോപരി വിശ്വസാഹോദര്യത്തിൻ്റെ, വിശ്വമാനവികതയുടെ, സാർവലൗകിക സാഹോദര്യത്തിൻ്റെ ഉദാത്തമായ സന്ദേശമാണ് വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ പരതിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആന്റെ സാക്ഷാത്കാരമാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. നമുക്കറിയാം, കൃത്യമായ ആദർശം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കുമ്പോൾ
ആ ആദർശത്തിന്റെ പ്രാക്ടിക്കലാണ്, അതിന്റെ പ്രായോഗിക രൂപമാണ് 23 വർഷക്കാലത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. ആ ജീവിതം പരതിയാലും അത് പരിശോധിച്ചാലും നമുക്ക് കാണുവാൻ സാധിക്കും, സകലമാന മനുഷ്യരുടെയും നന്മയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ജീവിതക്രമമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെച്ചത്. ആ ഖുർആനെ പറ്റി പഠിപ്പിക്കുന്ന, ആ ഖുർആന്റെ സാക്ഷാത്കാരമായ പ്രവാചകന്റെ അധ്യാപനങ്ങളെ പറ്റി പഠിപ്പിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ വിശ്വാസികൾക്ക് മാത്രമല്ല സകലമാന മനുഷ്യർക്കും അനുഗ്രഹമാണ്. പക്ഷേ വർത്തമാന കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വല്ലാതെ ഇതിനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം, മതങ്ങൾ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഒരു മതവും മനുഷ്യനെ പ്രകോപിപ്പിക്കുവാൻ ആഹ്വാനം നൽകുന്നില്ല. പരസ്പരം പോരടിക്കുവാൻ, തമ്മിൽ തല്ലുവാൻ ഒരു മതവും കൽപ്പിക്കുന്നില്ല. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വർത്തമാന കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് മതത്തെ മറയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ യഥാർത്ഥ മതത്തിന്റെ സ്ഥാനത്ത് വർഗീയതയെ കുടിയിരുത്തിക്കൊണ്ട് മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ വിശ്വാസികൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഇവിടെ വിശ്വാസികൾ ഉണർന്ന് പ്രവർത്തിക്കണം. നിസ്സാരന്മാരല്ല വർഗീയത വിതച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിലേക്ക് കണ്ണോടിച്ചാൽ, ദേശീയ തലത്തിലേക്ക് കണ്ണോടിച്ചാൽ, പ്രാദേശിക തലത്തിലേക്ക് നമുക്ക് കണ്ണോടിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതാണ്. ഏറ്റവും വലിയ വിപത്തായി വർഗീയത മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മനുഷ്യന്റെ നന്മയെ ലാക്കാക്കിയുള്ള മതങ്ങൾ, ആ മതങ്ങളുടെ പേരിൽ മനുഷ്യർ പരസ്പരം തല്ലുന്നതിന് വേണ്ടി വരുമ്പോ മതത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങളിലേക്ക് മടങ്ങിപ്പോകണമെന്നാണ് നമുക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. നമ്മുടെ ബഹുമാന്യനായ നിയമസഭാ സാമാജികൻ കടന്നു വരികയാണ്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നമുക്ക് യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തേണ്ടതുണ്ട്. വിശ്വാസികൾ പോരടിക്കേണ്ടവരല്ല. വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവർ നാം എന്തിന് പോരടിക്കണം? നാം നമ്മുടെ തറവാട് ഒന്നാണെന്ന് മനസ്സിലാക്കണം. ഒരച്ഛന്റെയും ഒരമ്മയുടെയും മക്കളാണ് മനുഷ്യരെല്ലാവരും. നമുക്ക് പരസ്പരം പോരടിക്കുവാൻ പാടില്ല. നമ്മുടെ വിശ്വാസങ്ങൾ വ്യത്യസ്തമായിരിക്കാം, നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യസ്തമായിരിക്കാം. പക്ഷേ പോരടിക്കുവാൻ പാടില്ല. യോജിപ്പിന്റെ എത്രയോ മേഖലകളുണ്ട്. നിങ്ങൾ പരിധി നോക്കിൻ. ലോകത്തിലെ ജനതയെ കണ്ണോടിച്ചാൽ നമ്മുടെ ബഹുമാന്യനായ ശ്രീ ജോയി MLA അവർ കടന്നു വരുന്നു. നമുക്കറിയാം, എല്ലാ വിഭാഗം ജനങ്ങളും ഒരു ജലപ്രളയ കഥയിൽ വിശ്വസിക്കുന്നുണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾ വിശ്വസിക്കുന്ന ജലപ്രളയ കഥയിലെ നായകൻ മനുമഹർഷിയാണെങ്കിൽ, വിശ്വാസികൾ വിശ്വസിക്കുന്ന ജലപ്രളയ കഥയിലെ നായകൻ പ്രവാചകനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആർക്കെങ്കിലും നിഷേധിക്കുവാൻ സാധിക്കുമോ? അതുപോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രണ്ടാഘോഷങ്ങളുണ്ട്. ഒന്ന് ചെറിയ പെരുന്നാൾ, മറ്റൊന്ന് ബലി പെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ദൈവപ്രീതിക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ തയ്യാറായതിന്റെ സൂചനകളാണ് ബലി പെരുന്നാളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതെങ്കിൽ, ബൈബിൾ പരതിയാൽ അവിടെയും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ബലികർമ്മത്തെ പറ്റി നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് യോജിപ്പിന്റെ ഒത്തിരി മേഖലകളുണ്ട്. പക്ഷേ അതിനെപ്പറ്റി എവിടെയും ചർച്ചകൾ നടക്കാറില്ല. പരസ്പരം പോരടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും അത് പറയാതെ കടന്നു പോകാൻ സാധിക്കില്ല. കാരണം നമ്മുടെ രാജ്യത്തെ നാം നമ്മുടെ പെറ്റുമ്മയെ പോലെ സ്നേഹിക്കുന്നവരാണ്. പ്രത്യേകിച്ചും വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, വിശ്വാസത്തിന്റെ ഭാഗമാണ് ജന്മനാടിനോടുള്ള സ്നേഹം എന്ന് പ്രവാചകൻ വിശ്വാസി സമൂഹത്തെ പഠിപ്പിച്ചെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ നാട് നശിച്ചു പോകുവാൻ പാടില്ല. ഉജ്ജ്വലമായ പൈതൃകമുള്ള നാട്, മുനിവര്യന്മാരുടെ നാട് നമുക്കറിയാം. അതുപോലെ തന്നെ സൂഫി വര്യന്മാരുടെ നാട് നമുക്ക് മറന്നു പോകുവാൻ സാധിക്കുമോ? ഉജ്ജ്വലമായ പൈതൃകമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബഹുമത രാജ്യമായ, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ, ഏറ്റവും വലിയ മതേതര രാഷ്ട്രമായ എത്രയോ വിശേഷണങ്ങൾ ഇന്നലെ വരെ നമ്മുടെ നാടിനുണ്ടായിരുന്നു. നാനാത്വത്തിൽ ഏകത്വം എന്ന മഹിതമായ സങ്കല്പം ലോകത്തിന് പഠിപ്പിച്ച നാടല്ലേ മഹാത്മജിയുടെ നാട്. നമുക്ക് മറക്കുവാൻ സാധിക്കുമോ? പക്ഷേ ആ മഹാത്മജിയുടെ ഇന്ത്യയെ, ആ മഹാത്മജിയുടെ വിരിമാറിലേക്ക് വെടിയുണ്ട പായിച്ച നാഥുറാം ഗോഡ്സെയുടെ ഇന്ത്യയാക്കി മാറ്റുന്നതിന് വേണ്ടി ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ത്യയെ സ്നേഹിക്കുന്ന ഹൈന്ദവരായ സഹോദരങ്ങൾ, വിശ്വാസികളായ സഹോദരങ്ങൾ, ക്രൈസ്തവരായ സഹോദരങ്ങൾ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന യാബാലവൃദ്ധം ജനങ്ങളും രാജ്യ നന്മയ്ക്ക് വേണ്ടി
കൈകോർക്കേണ്ടിയിരിക്കുന്നു, രാജ്യ നന്മയ്ക്ക് വേണ്ടി കൈകോർക്കേണ്ടിയിരിക്കുന്നു. വർഗീയതയെ നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരികയാണ്. എന്തിനു വേണ്ടി? അധികാരത്തിനു വേണ്ടി. ഈ രാജ്യത്ത് ചോരച്ചാലുകൾ സൃഷ്ടിച്ചത് നമുക്കറിയാം. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കഥകൾ നമുക്കറിയാം. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ആ ചോരച്ചാലുകളിലൂടെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു കയറിയവർ നമുക്കറിയാം. ഇന്നും അവിടെ ഇരുന്നു കൊണ്ട് മനുഷ്യരെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലകളിൽ നമ്മെ ഭിന്നിപ്പിച്ചു ആരായിരുന്നു? ബ്രിട്ടീഷുകാരൻ. അധിനിവേശ മോഹവുമായി കടന്നു വന്നവർ. അതുവരെ ഇന്ത്യയിലെ ജനങ്ങൾ സ്നേഹത്തോടെ ജീവിച്ചു, സന്തോഷത്തോടെ ജീവിച്ചു. നമുക്കറിയാമല്ലോ, ഇന്ത്യയുടെ നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ചരിത്രത്തെ ഏറ്റവും അധികം മനസ്സിലാക്കിയിട്ടുള്ളവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ലോകത്തിന് തന്നെ മാതൃകയായി നിലകൊണ്ട ഇന്ത്യ രാജ്യം, ആ രാജ്യത്തിന്റെ ഭിന്നിപ്പിന്റെ വിത്തുകൾ വിതച്ചത് ഈ രാജ്യത്ത് അധിനിവേശ ശക്തികളായ ബ്രിട്ടീഷുകാരായിരുന്നു. ഹൈന്ദവരെയും മുസൽമാനെയും തമ്മിലടിപ്പിക്കുന്നതിനു വേണ്ടി ഭിന്നിപ്പിക്കൽ തന്ത്രം അവർ പയറ്റുകയായിരുന്നു. ആ തന്ത്രമാണ്, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഫാസിസ്റ്റ് തമ്പുരാക്കന്മാരും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. വർഗീയതയെ നമ്മുടെ നാലയലത്ത് പോലും അടുപ്പിക്കുവാൻ പാടില്ല. കൊടിയ യാതനകൾ, കൊടിയ വിപത്തുകൾ അതിൻ്റെ പേരിൽ അനുഭവിച്ചവരാണ് ഞാനും നിങ്ങളും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം പോലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിൻ. നമുക്ക് സന്തോഷത്തോടു കൂടി ആഘോഷിക്കുവാനും ആസ്വദിക്കുവാനും നമുക്കായില്ലല്ലോ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുകയായിരുന്നു. നിങ്ങൾക്കറിയുമോ, 5 ലക്ഷം പേരാണ് അന്ന് മരിച്ചു വീണത്. അത് ബ്രിട്ടീഷുകാരുടെ തോക്കിന് വിധേയമായിട്ടാണ് മരിച്ചു വീണതെങ്കിൽ നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം നമ്മുടെ സിരകളിൽ അഭിമാനത്തിന്റെ ആന്തോളനം സൃഷ്ടിക്കുവാൻ ആ രക്തസാക്ഷിത്വത്തിന് സാധിക്കുമായിരുന്നു. ഒരിക്കലും അങ്ങനെയല്ല. മതവിശ്വാസത്തിന്റെ ഭാഗത്ത് വർഗീയതയെ കുടിയിരുത്തിയവർ, മതാന്ധത ബാധിച്ചവർ പരസ്പരം പോരടിക്കുകയായിരുന്നില്ലേ? 2.5 ലക്ഷത്തോളം പേരെ കാണാതായി. പിന്നീട് അവർ ജീവിച്ചുവോ മരിച്ചുവോ ചരിത്രത്തിൽ എവിടെയും ആരും വായിച്ചിട്ടില്ല. 50,000-ത്തിലധികം വരുന്ന പെൺകൊടിമാരുടെ ചാരിത്രം കവർന്നെടുക്കപ്പെട്ടു. അതായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നാളിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ ഇന്ത്യക്ക് അനുഭവിക്കേണ്ടി വന്നത്. നമുക്കറിയാം, രാഷ്ട്രപിതാവായ മഹാത്മജി പോലും സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷത്തിൽ പങ്കാളിയാകുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം എവിടെയായിരുന്നു? ബംഗാളിലായിരുന്നു. പരസ്പരം പോരടിച്ചുകൊണ്ടിരുന്ന, വർഗീയത ബാധിച്ച, മതാന്ധത ബാധിച്ച കശ്മലന്മാർക്ക് മുന്നിൽ അദ്ദേഹം ഓടിയെത്തിയിട്ട് അദ്ദേഹം തന്റെ വിരിമാറ് കാട്ടിക്കൊടുത്തിട്ട്, നമുക്കറിയാം, ഇത്തിരി പോന്നൊരു മനുഷ്യനാണ്. ഒരു മുണ്ടും ഒരു മേൽമുണ്ടും ധരിച്ചുകൊണ്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സഞ്ചരിച്ച് എല്ലാ മതവിശ്വാസികളെയും കോർത്തിണക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ വിമോചന പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജി ആ പോരടിച്ചിരുന്ന സമൂഹത്തിന്റെ മുന്നിലേക്ക് ചാടി വീണിട്ട് തന്റെ വിരിമാറ് കാട്ടിക്കൊടുത്തിട്ട് അദ്ദേഹം ഗർജിക്കുകയായിരുന്നില്ലേ? ഷൂട്ട് മീ ഇൻസ്റ്റെഡ് ഓഫ് കില്ലിംഗ് മൈ മുസ്ലിം ബ്രദേഴ്സ്, യു ഷൂട്ട് മീ എന്ന് പറഞ്ഞുകൊണ്ട്, എന്റെ മുസ്ലിം സഹോദരങ്ങളെ കൊന്നെടുക്കുന്നതിന് പകരം എന്റെ വിരിമാറിലേക്ക് വെടിയുണ്ട വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗർജിച്ച ഗാന്ധിജി ചരിത്രത്തിന് മറക്കാൻ സാധിക്കുമോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറക്കാൻ സാധിക്കില്ല. ആ കത്തിക്കാളിക്കൊണ്ടിരുന്ന കൽക്കട്ട നഗരം നിങ്ങൾക്കറിയുമോ? നഗരം ശാന്തമായി തുടങ്ങി. അവിടുത്തെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ബംഗാളിലെ സയ്യിദ് ഷഹീദ് സൂർവർദി ഗാന്ധിജിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഗാന്ധിജി, അങ്ങ് കുറച്ചുനാൾ ഇവിടെ തങ്ങണം, ഈ നാടിന് സമാധാനം ഉണ്ടാകണം. ഗാന്ധിജി പറഞ്ഞു, ഞാൻ തങ്ങാം, പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങും എന്നോടൊപ്പം താമസിക്കണം. അദ്ദേഹം സമ്മതിച്ചു. ഒരു മുസ്ലിം സഹോദരന്റെ വീട്ടിൽ ഗാന്ധിജിയും സയ്യിദ് ഷഹീദ് സുഹർവർദിയും ഒന്നിച്ച് താമസിച്ചു. ശാന്തമായി. കത്തിക്കാളിക്കൊണ്ടിരുന്ന ബംഗാൾ ശാന്തമായി. കഠാരകളുമായി നിന്നവരുടെ കയ്യിൽ നിന്നും കഠാരകൾ താരെ വീണു. ശാന്തമായ അന്തരീക്ഷം. അന്ന് മൗണ്ട് ബാറ്റൺ പ്രഭു പോലും പ്രശംസിച്ചുകൊണ്ട് കത്തെഴുതി ഗാന്ധിജിക്ക്, 50,000-ത്തോളം വരുന്ന നമ്മുടെ പടയാളികൾക്ക് സാധിക്കാതിരുന്നത് അങ്ങയുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം ബംഗാളിന് സമാധാനം കൈവന്നിരിക്കുന്നു, അങ്ങക്ക് അഭിനന്ദനങ്ങൾ. പക്ഷേ കത്ത് കിട്ടിയ ഗാന്ധിജി എന്തെന്നറിയുമോ? ഗാന്ധിജി ഉടൻ തന്നെ ആ കത്തിനെ പവിത്രമായി സൂക്ഷിക്കുകയല്ല ചെയ്തത്. പിന്നെയോ തൊട്ടുടനെ മൗണ്ട് ബാറ്റൺ പ്രഭുവിന് തിരിച്ചു കത്തെഴുതി. അങ്ങനെ പ്രശംസിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എന്നോടൊപ്പം ഈ ബംഗാളിനെ, ഈ കൽക്കട്ടയെ ശാന്തതയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പരിശ്രമിച്ച സയ്യിദ് ഷഹീദ് സുഹർവർദിയെ കൂടി അഭിനന്ദിക്കുവാൻ അങ്ങ് തയ്യാറാകുന്നെങ്കിൽ മാത്രമേ അങ്ങയുടെ ഈ അഭിനന്ദനത്തെ ഞാൻ സ്വീകരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ നാടാണിത്.
നമുക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? ഞാൻ അവസാനിപ്പിക്കുന്നു. ഗാന്ധിജിയുടെ നാടായി തന്നെ ഇന്ത്യ അറിയപ്പെടണം. അല്ലാതെ ഗാന്ധിജിയെ കൊന്ന് കൊല വിളിച്ച നാഥുറാം ഗോഡ്സെയുടെ പാരമ്പര്യത്തിന്റെ പേരിലല്ല ഇന്ത്യ അറിയപ്പെടേണ്ടത്. ആ പേരിലല്ല ഇന്ത്യ അറിയപ്പെടേണ്ടത്. എല്ലാ വിഭാഗം ജനങ്ങളും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ ഇവിടെ വന്നുപോയി, ഇനി വരാനുമുണ്ട്. പ്രിയമുള്ളവരെ, ഇതൊരു പ്രതിസന്ധി ഘട്ടമാണ്. ഇതൊരു പ്രതിസന്ധി ഘട്ടമാണ്, തിരിച്ചറിവിന്റെ ഘട്ടമാണ്. ഇന്ത്യയായി നിലനിലുണ്ടാകണം. ബഹുസ്വരതയുടെ നാട്, ബഹുമത രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യം. ആ രാജ്യം കെട്ടുപോകാൻ പാടില്ല. ഗാന്ധിജിയുടെ പേരിൽ അറിയപ്പെട്ടെങ്കിൽ, നെഹ്റുവിന്റെ പേരിൽ അറിയപ്പെട്ടെങ്കിൽ, നാരായണ ഗുരുവിന്റെ പേരിൽ അറിയപ്പെട്ടെങ്കിൽ, മമ്പുറം തങ്ങളുടെ പേരിൽ അറിയപ്പെട്ടെങ്കിൽ, പണ്ഡിറ്റ് കറുപ്പന്റെ പേരിൽ അറിയപ്പെട്ടെങ്കിൽ, ശ്രീമാൻ അയ്യങ്കാളിയുടെ പേരിൽ അറിയപ്പെട്ടെങ്കിൽ, വക്കം ഖാദറിന്റെ പേരിൽ അറിയപ്പെട്ടെങ്കിൽ, ആ ഇന്ത്യ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുകൂടിയുള്ള പ്രചോദനം നൽകുന്ന പരിപാടികളായി തീരട്ടെ ഇത്തരം സമ്മേളനങ്ങൾ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ നാടിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുഗ്രഹമായി ഉയർന്നു വരുന്ന ഈ പ്രസ്ഥാനം, ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും, എല്ലാ മനുഷ്യർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ധന്യാഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.